വിചാരിച്ചു ഹെയറിന് വേണ്ടിയിട്ട് ഒരാഴ്ച സമയം നമുക്ക് കൊടുക്കാമെന്ന്. അതായത് എൻ്റെ ഹെയറിൽ അത്യാവശ്യം നല്ല സ്പ്ലിറ്റ് എൻഡ്സ് ഉണ്ട് കേട്ടോ. മുടിയുടെ തുമ്പ് നന്നായിട്ട് ഇങ്ങനെ പിളർന്നിട്ടുണ്ട്. സോ ഞാൻ വിചാരിച്ചു ആദ്യം അതിനെയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയാം, എന്നിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ ഞാൻ ഹെയർ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്യുന്നത് ഒരുവിധം എല്ലാ, എനിക്ക് തോന്നുന്നു കേളി ഹെയറൊക്കെ ആകുമ്പം നമ്മൾ ഒരുവിധം വീട്ടിലിങ്ങനെ കട്ട് ചെയ്യുന്ന സമയത്ത് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഒന്ന് മാനേജായി പോകുമെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഞാൻ എല്ലായ്പ്പോഴും വീട്ടിൽ നിന്ന് കട്ട് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയാണ് ഹെയർ കട്ട് ചെയ്യുക. നിങ്ങൾ കണ്ടില്ല, എൻ്റെ മുടിയുടെ തുമ്പ് നല്ല രീതിക്ക് സ്പ്ലിറ്റ് എൻഡ്സ് ഉണ്ട്, അതുപോലെ മുടി പൊട്ടിപ്പോകുന്നുണ്ട്. അതുപോലെ ഞാൻ ലാസ്റ്റായിട്ട് ലെയർ കട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ അതുകൊണ്ട് തന്നെ മുടിയുടെ തുമ്പ് വന്നിട്ട് കട്ടി കുറഞ്ഞിട്ട് അതിൽ കൂടെ ഇങ്ങനെ സ്പ്ലിറ്റ് എൻഡ്സ് ഒക്കെ കൂടെ വന്നിട്ട് ആകെ മോശമായിരുന്നു കേട്ടോ മുടിയുടെ തുമ്പൊക്കെ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഫസ്റ്റ് അതിനൊന്ന് കട്ട് ചെയ്ത് കളയാമെന്ന്. അപ്പോൾ അങ്ങനെ ഞാനിത് മുടി നന്നായിട്ട് ചീകി ഫ്രണ്ടിലോട്ടിട്ട് നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ഞാൻ ഒരു തുമ്പ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എനിക്ക് നല്ല മടിയുണ്ട് കേട്ടോ കട്ട് ചെയ്യും, കാരണം ഞാൻ മുടി വളർത്താൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത്. സോ ചുരുണ്ട മുടിയാകുമ്പോൾ ഇത്തിരി നീണ്ട് വരാൻ ഇത്തിരി പാടാണ്. സ്ട്രെയിറ്റ് പോലെ പെട്ടെന്ന് അങ്ങനെ നീണ്ട് വളരില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഞാൻ ഇത്തിരി ആ ഒരു സ്പ്ലിറ്റ് എൻഡ്സ് ഒക്കെ ഉണ്ടായിരുന്ന ആ ഒരു ഹെയറൊക്കെ നന്നായിട്ട് കട്ട് ചെയ്ത് കൊടുത്തു. അതിനുശേഷം ഞാൻ ചെയ്യുന്നത് നമ്മുടെ ഓയിലിൽ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ഓയിൽ തന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് സ്കാൽപ്പിലൊക്കെ ഒന്ന് നന്നായിട്ട് ഇച്ചിരി കാര്യമായിട്ട് ഞാൻ ആ ഒരു മുടിയുടെ തുമ്പിലും സ്കാൽപ്പിലൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത്രയാണ് ഞാൻ ആദ്യത്തെ ദിവസം ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇനി ഞാൻ വിചാരിച്ചു ഇനി ഹെയറിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെ കുറച്ചൊരു ഓർഡറിൽ ഒരാഴ്ച ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് ഞാൻ വീഡിയോസായിട്ട് ഇടും. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ ആഗ്രഹമുള്ളവർ അല്ലെങ്കിൽ ചെയ്യാൻ ഉള്ളവർക്ക് വേണമെങ്കിൽ എൻ്റെ കൂടെ ചെയ്യാം. എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ എന്തായാലും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ഒരു ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വയ്ക്കൂ. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ മിസ് ചെയ്യാണ്ട് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഒരാഴ്ച നമുക്ക് ചെയ്ത് നോക്കാം എന്താവും അവസ്ഥ എന്നുള്ളത്. അപ്പോൾ ഓക്കെ, ബൈ.